കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മസ്കറ്റ് റുസയിലുള്ള മിഡിൽ ഈസ്റ്റ് കോളേജിൽ മലയാളം മിഷൻ ഒമാൻ സംഘടിപ്പിച്ച അക്ഷരം 2024 സാംസ്കാരിക മഹാമേള ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ തക്കവിധം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര വർധനവിനാണ് ഇപ്പോൾ കൂടുതൽ പരിഗണനയെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ സർവകലാശാലകളിൽ വിദേശ അന്യസംസ്ഥാന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. വളർച്ചയ്ക്ക് പ്രധാനമായും കാരണമായിട്ടുള്ളത് കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പരിഗണന കൊടുത്തിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി. അതിൻ്റെ ഒരു സ്വാഭാവിക തുടർച്ച എന്ന പോലെ ഈ സർക്കാരിന്റെ കാലത്ത് പ്രഥമ പരിഗണന കൊടുത്തിട്ടുള്ള മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് 6000 കോടി രൂപയാണ് കേരള സംസ്ഥാനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്. ഇത് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ എക്കണോമിക് സർവേയാണ്. എക്കണോമിക് സർവേയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. 1500 കോടിയിൽ പരം തുക കിഫ്ബിയിലൂടെയും ഊർസ പദ്ധതിയിലൂടെയും മറ്റും കെട്ടിട നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണത്തിനും ചെലവാക്കിയിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 250 ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള കേരളത്തിലെ വിവിധ സർവകലാശാലയിലെ ക്യാമ്പസുകൾ നിർമ്മിക്കാനും അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നും ഓരോ വർഷവും 12 ലക്ഷം വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനായി രാജ്യം വിടുന്നതെന്നും ഇതിൽ കേരളത്തിൽ നിന്നും വെറും 4% പേർ മാത്രമാണ് ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ കഴിഞ്ഞ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിൽ അപാകതകളെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കേരളത്തിലെ ഉന്നത രീതിയിലുള്ള മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ നടത്താൻ കേരളം തന്നെ തയ്യാറാണെന്നും അത് നടത്താൻ കേരളത്തെ അനുവദിക്കണമെന്നും കാണിച്ച് കത്തയച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. പല രൂപത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളും പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുകയാണ്. അത് നമ്മൾ നേരിൽ എല്ലാവരും രാജ്യത്തുള്ള മുഴുവൻ പേരും കണ്ടിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നേരത്തെ തന്നെ ഉയർന്ന ഗുണനിലവാരം ഉയർത്തിപ്പിടിക്കുന്ന കോളേജുകളാണ്. ആ മെഡിക്കൽ കോളേജുകളിലേക്കും മറ്റ് ഇതര മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമൊക്കെയുള്ള പ്രവേശനം കേരളത്തിന് തന്നെ ഏറ്റെടുക്കാവുന്നതാണ് എന്നുള്ള വിവരം നമ്മൾ ആ സന്ദർഭത്തിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എൻലൈറ്റ് ന്യൂസ്, മസ്കറ്റ്.